മനുഷ്യ ജീവിതത്തിനൊരു ലക്ഷ്യമുണ്ട്. നൂറെന്ന് പറഞ്ഞാൽ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള മാധ്യമമാണ്. വണ്ടിയിൽ കയറി യാത്ര ചെയ്യുമ്പോൾ ഇരുട്ടുള്ള സമയത്ത് നാം ലൈറ്റ് അടിക്കാറുണ്ട്. ആ ഒരു നൂറിന്റെ സഹായത്താലാണ് ലക്ഷ്യസ്ഥാനത്ത് എത്തുക. ഇരുട്ടുള്ള സമയത്ത് വഴി നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ സുഗമമാവണമെങ്കിൽ ലൈറ്റ് വേണമെന്നത് പക്ഷാന്തരമില്ലാത്ത നഗ്ന യാഥാർത്ഥ്യമാണ്. മനുഷ്യരായ നമുക്ക് ഒരു ലക്ഷ്യമുണ്ട്. നമ്മൾ മൃഗങ്ങളെ പോലെയല്ല. അതിനി വേറൊരു പ്രഭാഷണത്തിന്റെയോ വിഷയാവതരണത്തിന്റെയോ ആവശ്യമില്ല. നമ്മുടെ നാടുകളിലൂടെയൊക്കെ പലപ്പോഴും കന്നുകാലികളെ കൊണ്ടുപോകാറുണ്ട്. തൊലിച്ചു കൊണ്ടുപോകുന്ന ആൾക്ക് ഔറത്ത് മറക്കാൻ പാൻറ്റോ തുണിയോ കൊണ്ടാവാറുണ്ട്. പക്ഷെ പോത്തുകൾ പാൻറ് ധരിക്കാറില്ല. ഇന്ന് വരെ ഏതെങ്കിലും ഒരു ടൗണിലോ ഏതെങ്കിലും ഒരു വഴിയിലോ പോത്തുകളെ കൂട്ടം കൂട്ടമായി ഉദയത്തിനോ ആക്കിക്കോ മറ്റേ ഏതെങ്കിലും ആവശ്യത്തിന് കൊണ്ടുപോകുന്ന സമയത്ത് പോത്തുകൾ ഔറത്ത് മറക്കാത്തതിന്റെ പേരിൽ ഒരാൾക്കും പരാതി ഉണ്ടായിട്ടില്ല. പരാതിപ്പെട്ടാൽ അവൻ ആദ്യത്തെ പോത്താവുകയും ചെയ്യും. ഏതെങ്കിലും പോത്ത് ഇന്ന് വരെ ഒരു പമ്പേഴ്സ് പോലും ധരിച്ചിട്ടില്ല. എന്നാൽ പോത്തിനെ തൊലിച്ച് പിറകിൽ വടിയുമായി നടക്കുന്ന ആള് അതുപോലെ ആയാൽ എന്തായിരിക്കും നാടിന്റെ അവസ്ഥ? ഇതിന് വേറൊരു ചർച്ചന്റെ ഒന്നും ആവശ്യമില്ല. കാരണം രണ്ടും രണ്ടാണ്. നാം പോത്ത് ഉറങ്ങിയില്ലേ? ഉറങ്ങും. പോത്ത് തിന്നൂലേ? തിന്നും. പോത്ത് മൂത്രം ഒഴിക്കൂലേ? ഒഴിക്കും. പോത്ത് മൃഗങ്ങളൊക്കെ എണ്ണ ചേരൂലേ? എണ്ണ ചേരും. അപ്പൊ ഭക്ഷണം കഴിക്കും, വെള്ളം കുടിക്കും, കുടിച്ചത് വേസ്റ്റായി ഒഴിക്കും, ഉറങ്ങും, മയങ്ങും, വിശ്രമിക്കും, ശത്രുക്കളെ തടുക്കും. പിന്നെ നമ്മൾ എന്താ വ്യത്യാസമുള്ളത്? പോത്ത് ചാവും, നമ്മൾ മരിക്കും. ഈ ഒരു മലയാള വാക്കിന്റെ വ്യത്യാസമാണോ മനുഷ്യനും മൃഗവും തമ്മിലുള്ള വ്യത്യാസം? എന്തുകൊണ്ടാണ് കാട്ടിൽ സ്കൂളില്ലാത്തത്, മദ്രസ ഇല്ലാത്തത്, ഇലക്ഷൻ ഇല്ലാത്തത്, പാർലമെന്റ് ഇല്ലാത്തത്, നിയമസഭ ഇല്ലാത്തത്? കാട്ടിൽ പട്ടാളക്കാരില്ലല്ലോ, പോലീസുകാരില്ലല്ലോ. ആരെങ്കിലും ഇന്ന് വരെ കാട്ടിൽ ഒരു ഇലക്ഷൻ നടത്തണം എന്ന് പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെയാണോ സിംഹം രാജാവായത്? സിംഹരാജാവ് നമ്മളെ പറയുന്നുള്ളൂ. സിംഹത്തിന് ബുദ്ധി കൊടുത്തിട്ട് നീയാണ് കാട്ടിലെ രാജാവ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നാട്ടിൽ വെച്ചിട്ട് മനുഷ്യന്മാരുണ്ടാക്കിയ ഒരു സംഗതിയാണ്, ഞാൻ അറിഞ്ഞിട്ടും കൂടി ഇല്ല എന്ന് പറയാം. സിംഹം കാട്ടിലെ രാജാവൊന്നുമല്ല. നമ്മളങ്ങനെ ഉണ്ടാക്കി തരുന്ന പലതുണ്ട്. കുറുക്കന് മുന്തിരിമൊക്കെ ചാടി അവസാനം കുറെ ചാടിയിട്ടും കിട്ടാതായപ്പോ പുളിച്ച മുന്തിരിയാണെന്ന് പറഞ്ഞു. കുറുക്കന് ഒരിക്കലും മുന്തിരിമൊക്കെ ചാടില്ല. കാരണം കുറുക്കെന്നുള്ളത് മാംസവുക്കാണ്. എങ്ങനെ മുന്തിരിമൊക്കെ ചാടുക? അതൊക്കെ നമ്മൾ ഉണ്ടാക്കി തീർത്തതാണ്. അതൊന്നും കാട്ടിൽ മൃഗങ്ങൾക്ക് അറിയില്ല. എന്തുകൊണ്ട് മനുഷ്യൻ ഇങ്ങനെ ഒരു നിയന്ത്രണം ആവശ്യം വന്നു? ഇതെന്താ യുക്തിവാദികൾ ചിന്തിക്കാത്തത്? മനുഷ്യ സൃഷ്ടിപ്പിന് ലക്ഷ്യമുണ്ട്. അത് ഇന്ന് വരെ യുക്തിവാദികൾ പറഞ്ഞിട്ടില്ല, പറയുകയുമില്ല. യുക്തി കൊണ്ട് അത് മനസ്സിലാക്കാൻ കഴിയില്ല. കാരണം മനുഷ്യന്റെ യുക്തി പരിമിതമാണ്. മനുഷ്യന്റെ കണ്ണ് പരിമിതമാണ്, കൈ പരിമിതമാണ്, കാല് പരിമിതമാണ്, അവന്റെ ഓരോ പാർട്സും പരിമിതമാണ്. അവന്റെ യുക്തിക്കും പരിധിയുണ്ട്. അതിന്റെ അപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ പറയാനാണ് മനുഷ്യരിൽ നിന്ന് അസാധാരണ ഭാവ സ്വഭാവ കഴിവ് ശേഷി ഭാഷയോടുകൂടി ഒരു വിഭാഗത്തെ അള്ളാഹു സംവിധാനിച്ചത്. അവരാണ് അമ്പിയാക്കൾ. അവരിൽ ക്യാപ്റ്റനാണ് ഉലകത്തിന്റെ നേതൃത്വമായ മുത്ത് മുഹമ്മദ് മുസ്തഫ. വരാ മുഹമ്മദ് മുസ്തഫ മുഹമ്മദുൻ ദിക്റുഹു റൂഹുൽ ലിഅൻഫുസിനാ മുഹമ്മദുൻ ശുക്റുഹു ഫറളുൻ അലൽ ഉമമി. ഈ മഹത്തായ ബൃഹത്തായ പരിശുദ്ധമായ സമാഗമത്തിൽ നിന്ന് മദീന മുനവ്വറയുടെ കസ്തൂരി മണ്ണിൽ കവൾ വെച്ചുകൊണ്ട് വിശ്രമിക്കുന്ന പ്രാപഞ്ചിക പ്രതിഭാസങ്ങളുടെ ആമുഖമായ അരുളായ പൊരുളായ അവലംബമായ ആരംഭമായ പ്രകാശമായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമയുടെ മേൽ ഒരു 3 സ്വലാത്ത് ചൊല്ലി നമുക്ക് തുടങ്ങാം. സല്ലല്ലാഹു അലാ മുഹമ്മദ്
സല്ലല്ലാഹു അലാ മുഹമ്മദ് അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്. ഞാൻ മഹാനായ സയ്യിദുൽ ഉലമ ഞാൻ അങ്ങോട്ട് കയറി വരുന്ന സമയത്ത് പറഞ്ഞു വെച്ച വിഷയത്തിന് ഒരു ചെറിയ വിശദീകരണം കൊടുത്തുകൊണ്ട് അവസാനിപ്പിക്കാം. എനിക്കൊരു ഡിസ്കഷൻ സബ്ജക്റ്റ് ഇവിടെ ഇല്ല. ആ മഹാനവറുകൾ പറഞ്ഞ ആ വിഷയം ഞാൻ അങ്ങോട്ട് വരുമ്പോ പറഞ്ഞത് യായത്തുൻ നഫ്സുൽ മുത്മഇന്നാണ്. പിന്നെന്താ പറഞ്ഞേ? ഞാൻ കേട്ടത് നിങ്ങൾ കേട്ടല്ല, മറ്റേ ഞാൻ കേട്ടിട്ടില്ലല്ലോ. ഞാൻ പ്രധാനമായിട്ട് കേട്ടത് അതാണ്. പിന്നെ മഹാനവറുകൾ പറഞ്ഞു ഈമാനോടുകൂടി മരിക്കാനാണ് നമ്മളെ ഈ അധ്വാനം. അത് രണ്ടും മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കും. അതന്നെയാണ് മജ്ലിസുന്നൂർ. മജ്ലിസുന്നൂർ എന്തിനാ എന്നതിന്റെ ഉദ്ദേശ്യമാണ് മഹാനവറുകളാ പറഞ്ഞത്. നൂറിന്റെ മുരടും ചരടും അന്വേഷിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ മജ്ലിസുന്നൂർ എന്തിന്? അത് സൂറത്തുന്നൂറിലേക്ക് പോകണം. മജ്ലിസുന്നൂർ ചിന്തിക്കുന്ന ആളുകൾ സൂറത്തുന്നൂറിലെത്തണം. അപ്പൊ മജ്ലിസുന്നൂർ എന്താന്ന് മനസ്സിലാവും. സൂറത്തുന്നൂറിന്റെ 35-ാം നമ്പർ ആയത്തിൽ അള്ളാഹു അവരെ കുറിച്ച് പറയുന്ന അള്ളാഹു നൂറു സമാവാതി വൽ അർള് എന്നാണ്. അള്ളാഹുവിനെ കുറിച്ച് ആകാശഭൂമികളെ പ്രകാശിപ്പിച്ചവൻ അവനാണെന്ന് പറഞ്ഞ ഉടനെ മുത്ത് മുസ്തഫയാകുന്ന അവന്റെ അഹബിനെ കുറിച്ച് പടച്ചവൻ പറഞ്ഞത് മതലു നൂരിഹി, മുസ്തഫ നബിയുടെ ഉപമാ. അള്ളാഹു ആകാശഭൂമികളുടെ പ്രകാശമാണ്. അള്ളാഹു ആകാശഭൂമികളുടെ പ്രകാശം എന്ന് പറഞ്ഞാല് ഇങ്ങനെ ലൈറ്റാണ് എന്നുള്ളതല്ല. ആകാശം ഭൂമിയും കണ്ട അള്ളാഹിന് മനസ്സിലാവും. അപ്പൊ ആകാശഭൂമികളിൽ മുഴുവനും അള്ളാഹുവിന്റെ അസാമാന്യമായ കുദ്റത്ത് വിളിച്ചോതുന്ന ദൃഷ്ടാന്തമാണ്. അങ്ങനെയാക്ക. അല്ലെങ്കിൽ ആകാശഭൂമികളെ സംവിധാനിച്ചവൻ അവനാണ്. അങ്ങനെയാക്ക. ആകാശഭൂമികളെ പ്രകാശിപ്പിച്ചവൻ അവനാണ്. അങ്ങനെ പല രീതിയിലും ആക്കാം. നമ്മളാക്കുക നല്ലത് മഹാന്മാരെ കൊടുത്ത തഫ്സീറുകളാണ്. എന്റെ വിഷയപ്പ അതല്ല. മസലു നൂരിഹി, അവിടെയാണ് മജ്ലിസുന്നൂർ. മസലു നൂരിഹി, ചില മഹാന്മാർ ആ ലമീർ മടക്കിയത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമയിലേക്കാണ്. വലിയ വലിയ മഹാന്മാരെ ഏതെങ്കിലും ആളുകളല്ല. ഖാളി ഇയാദ് റഹിമഹുള്ളയെ പോലെയുള്ള മസലു നൂരിഹി, മുസ്തഫ നബിയുടെ ഉപമാ കമിഷ്കാത്ത്, ഒരു വിളക്ക് മാടം പോലെയാണ്. ഫീഹാ മിസ്ബാഹ്, വിളക്ക് മാടം കാലിയല്ല, അതിൽ വിളക്കുണ്ട്. അൽ മിസ്ബാഹു ഫീ സുജാജ, ആ വിളക്കാണെങ്കിലോ മനോഹരമായ സ്ഫടിക സമാന സുന്ദരമായ പളുങ്കിലാണ്. അസ്സുജാജതു കഅന്നഹാ കൗകബുൻ ദുരി, ആ പളുങ്കാണെങ്കിലോ കത്തിമിനുങ്ങുന്ന നക്ഷത്രത്തെ പോലെയാണ്. അള്ളാഹിന്റെ റസൂലിനെ കുറിച്ച് അള്ളാഹു എന്താണ് പറയുന്നത്? ചില ആളുകൾക്ക് മൗലിദിന്റെ ചില വരികളൊക്കെയാണ് കേൾക്കുമ്പോഴേക്ക് കിർക്കളകലാണ്. അത് കുറച്ച് ഓവറായി എന്നൊക്കെ പറയാം. ഇതെന്താ അള്ളാഹു ഈ പറഞ്ഞു കൂട്ടുന്നത് മുസ്തഫ നബിയെ കുറിച്ച്? എന്നിട്ടല്ലേ മൗലിദ്. വജ്ഹുകൽ വല്ലാഹു ഹുജ്ജതുനാ യൗമ യതിന്നാസു ബിൽ ഹുജജി സല്ലി റബ്ബൽ ആലം. വജ്ഹുകൽ വല്ലാഹു ഹുജ്ജതുനാ, അങ്ങയുടെ പ്രസന്ന ഭാവമുള്ള പ്രശോഭിത മുഖമാണ് ഞങ്ങളുടെ തെളിവ് നബിയേ. നമ്മുടെ തെളിവ് മുഹമ്മദ് മുസ്തഫയാണ്. അതാണ് അടിസ്ഥാനം. അള്ളാഹിന്റെ റസൂൽ ഖുർആൻ കൊണ്ട് നമുക്ക് അള്ളാഹു ഏകനാണ്. മുങ്കർ നക്കീർ ഉണ്ട്. ജിബൈസ്സലാം റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് ജിബൈസ്സലാം വന്നു പോണത് ആരെങ്കിലും കണ്ടുകണോ? സഹാബാക്കളെ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടോ? ഇഖ്റ എന്നത് ഹിറാ ഗുഹയിൽ വന്ന് മുഴങ്ങിയപ്പോൾ ആ സമയത്ത് മുത്തുനബി അല്ലാതെ അവിടെ വേറൊരു സാക്ഷിയുണ്ടോ? ഇല്ല. നമ്മുടെ ചിരടും മുരടും ബേസും ഫൗണ്ടേഷനും അസ്തിത്വവും നമ്മുടെ അവലംബവും ആരംഭവും പിടുത്തവും നമ്മുടെ ഖൽബിന്റെ ഖിബ്ലയും മുഹമ്മദ് മുസ്തഫയാ. ചിന്തിക്കണേ ചിന്തിക്കണേ. മസലു നൂരിഹി കമിഷ്കാത്ത്. ഗുരു എന്ന് പറഞ്ഞാൽ തന്നെ അതിന്റെ അർത്ഥം എന്താ? ഇരുട്ടുന്ന വെട്ടത്തെ കൊണ്ടുവരുന്ന ആള് എന്നല്ലേ ഗുരു?
റസൂലുള്ളാഹിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞ എന്താണ്? വെളിച്ചെന്നല്ലേ. ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറാ വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറാ. ഞാൻ വണ്ടി ഇറങ്ങിയിട്ട് ഇങ്ങോട്ട് വരുന്ന സമയത്ത് സ്റ്റേജിലേക്കൊന്ന് നോക്കിയപ്പോൾ മേലെ ട്യൂബ് ലൈറ്റ് കത്തുന്നുണ്ട്, മനോഹരമായ അലങ്കാരത്തിന്റെ ബൾബ് വേറെയും കത്തുന്നുണ്ട്. പക്ഷെ എന്റെ കണ്ണിൽ അതിനേക്കാൾ കത്തിമിനിങ്ങ് പ്രകാശിക്കുന്നതായി കണ്ടത് മഹാനരായ തങ്ങളുപ്പാപ്പാന്റെ മുഖമാണ്. അത് മദീനത്തെ ചോര തുടിക്കുന്ന മുഖമാണ്. അല്ലാഹു അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. ആ നേതൃത്വം അല്ലാഹു ഒരുപാട് കാലം നമുക്ക് അനുഭവിക്കാനുള്ള ഭാഗ്യയോഗവും പ്രദാനം ചെയ്യട്ടെ. ബിൻ നബി ഇതിലൊക്കെ ചോരത്തൊടിപ്പുണ്ട്. ചിന്തിക്കണേ ചിന്തിക്കണേ. ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറാ വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറാ. സിറാജ് എന്ന് പറഞ്ഞിട്ട് നിർത്തിയില്ല, പിന്നെ മുനീർ എന്നും കൂടി പറഞ്ഞു. ഖുർആന്റെ പ്രയോഗമൊക്കെ ചിന്തിക്കേണ്ടതാണ്. കാരണം സിറാജ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വിളക്കുന്ന ഊതിയ കെടു. മുനീറായ സിറാജ് ഊതിയ കെടൂല. അതാണ് വ്യത്യാസം. ഞാൻ പറയല്ല, ഫഖ്റുദ്ദീൻ റാസി റഹ്മത്തുള്ളാഹി രേഖപ്പെടുത്തിയതാണ്. അവർ തഫ്സീറിൽ ഇതൊക്കെ കാണാം. ഊതുന്ന ആളുകളുണ്ട് എന്ന് ഖുർആൻ തന്നെ പറയുന്ന യുരീദൂന ലിയുത്ഫിഉ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം വല്ലാഹു മുത്തിമ്മു നൂരിഹി വലൗ കരിഹൽ കാഫിറൂൻ. അത് വേ മജ്ലിസിൽ നിന്ന് അവിടേക്കാണ് മുട്ടിച്ചിട്ട് എന്റെ പ്രശ്നം നിർത്തും. യുരീദൂന ലിയുത്ഫിഉ നൂറല്ലാഹ്, അള്ളാന്റെ നൂറിനെ ഊതിക്കെടുത്തുന്ന ആൾക്കാരുണ്ടാവുന്നതാണ്. കാർട്ടൂൺ കൊണ്ടായിരിക്കാം, പരിഹാസം കൊണ്ടായിരിക്കാം, യുക്തി കൊണ്ടായിരിക്കാം, സ്റ്റേജ് കൊണ്ടായിരിക്കാം, പേജ് കൊണ്ടായിരിക്കാം, പാട്ടുകൊണ്ടായിരിക്കാം, ഗദ്യം കൊണ്ടായിരിക്കാം, പദ്യം കൊണ്ടായിരിക്കാം, ഒറ്റക്കായിരിക്കാം, ആൾക്കൂട്ടത്തിലായിരിക്കാം. ഇങ്ങനെ ഈ വിളക്കൊന്ന് അണക്കാൻ വേണ്ടി അശാന്തമായി പാടുവിട്ട് ഓടി നടന്ന് പരിശ്രമിക്കുന്ന ആളുകളുണ്ട്. ഇത് ഖുർആനാ. പക്ഷേ കഴിയില്ല. വല്ലാഹു മുത്തിമ്മു നൂരിഹി, ഈ പ്രകാശം പൂർത്തീകരിക്കുന്നത് അല്ലാഹയാണ്. മുത്തുനബി അടിമുടി പ്രകാശത്തിന്റെ ഗോപുരമാണ്, അല്ല പ്രകാശത്തിന്റെ പ്രളയമാണ്. ഫഇന്നഹു ശംസുഫാ ലിംഹും കവാകിബുഹാ യുദ്ഹിർന അൻവാറഹാ ലിന്നാസി ഫിൽ ളുലമി മൗലായ. മക്ക മദീനകളിലേക്ക്, ഇരു ഹറമുകളിലേക്ക് ഹജ്ജുംറക്കും സിയാറത്തിനും വേണ്ടി ലക്ഷങ്ങൾ പുഴ പോലെ ഒഴുകുന്ന സമയത്ത് ഈ മനോഹരമായ സ്വർഗീയ ഭൂമികയിൽ നിന്ന് മദീന മലർവാടിയുടെ സ്വർഗീയ ഉദ്യാനത്തിലേക്ക് സ്വലാത്തിന്റെ സലൂട്ട് സമർപ്പിക്കാൻ മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ. ചിന്തിക്കണേ ചിന്തിക്കണേ. മുത്തുനബി നൂറാ, മുത്തുനബി മുനീറാ, മുത്തുനബി സിറാജാ, മുത്തുനബി ളുഹായ. വല്ലുഹാ, മുത്തായ മുസ്തഫാന്റെ പ്രശോഭിതമായ മുഖം തന്നെയാണ് സത്യം. വല്ലൈലി, അവിടുത്തെ മുടി തന്നെയാണ് സത്യം എന്ന് ഖുർആൻ സത്യം ചെയ്തതാ. ഇത് എന്റെ വക തഫ്സീറല്ല, റാസി റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തിയതാണ്. റസൂലുമായി ബന്ധപ്പെട്ടതൊക്കെ നൂറാ. അങ്ങനെയാ മജ്ലിസിന് നൂറാകുന്നത്. അല്ലാഹു റസൂൽ നൂറാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോയിരുന്ന മലന്റെ പേരെന്താ? ജബൽ നൂർ. അവിടെ ഇറങ്ങി മലക്കോ നൂറ്. ജിബ്രീൽ അലൈഹിസ്സലാം കൊടുത്ത ഗ്രന്ഥോ നൂറ്. ഖുർആൻ ഖദ് ജാഅക്കും മിനല്ലാഹി കിതാബുൻ നൂർ. നൂറാണ്. ഖുർആൻ നൂറല്ലേ? ഇൽമു നൂറല്ലേ? അഹ്ലു ബൈത്ത് നൂറല്ലേ? വല്ലുഹാ, അഹ്ലു ബൈത്തിലെ ആൺകുട്ടികൾ തന്നെയാണ് സത്യം. വല്ലൈലി, അഹ്ലു ബൈത്തിലെ പെണ്ണുങ്ങൾ തന്നെയാണ് സത്യം. യൂട്യൂബ് പോണ്ടെന്ന് എനിക്കറിയാം. നാളെ ചില ആൾക്കാർ കിതാബ് ചോദിക്കുന്നു എനിക്കറിയാം. അതൊക്കെ പഠിച്ചിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. ചിന്തിക്കണേ ചിന്തിക്കണേ, ഗൗരവത്തിൽ ചിന്തിക്കണേ. മുത്തുമുസ്തഫായും മുത്തുമുസ്തഫായുമായി ബന്ധപ്പെട്ട മുഴുവനോ
പ്രകാശമാണ്, പ്രകാശമാണ്. ഇനി നോക്കൂ, ഇൽമ നൂറല്ലേ, റസൂലുള്ളാഹിന്റെ അനന്തര സ്വത്ത് ഇൽമല്ലേ. ഇനി നോക്കൂ, അള്ളാഹിന്റെ റസൂലിന്റെ മുമ്പിൽ ഇരുന്ന ആൾക്കാരാരാ? സഹാബാക്കൾ. അവര് അസ്ഹാബി കന്നുജൂം, അവൻ നൂറല്ലേ. അസ്ഹാബി കന്നുജൂം, നജ്മുകളല്ലേ, മുത്തനബി നജ്മല്ലേ. വന്നജ്മി ഇദാ ഹവാ, വന്നജ്മി താരകം പോലെ തിളങ്ങുന്ന മുത്തനബി തന്നെയാണ് സത്യം. ഇദാ ഹവാ, താഴോട്ട് ഇറങ്ങി വന്നാൽ, താഴോട്ട് ഇറങ്ങി വന്നാൽ. ഞാൻ സംശയമുണ്ടോ? നിങ്ങളൊക്കെ നൂന 50, ജീമ് 3, 53. 53 കൊല്ലല്ലേ മക്കയിൽ ഉണ്ടായത്? 53-ാമത്തെ വർഷത്തിലല്ലേ ഹിജറ പോയത്? നജ്മ് മീം 40-ാമത്തെ വയസ്സിലല്ലേ നുബൂവത്ത് കിട്ടിയത്? അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിലുണ്ടല്ലോ മുഹമ്മദ് മുസ്തഫ. ചിന്തിക്കണേ, ചിന്തിക്കണേ. മദീന നൂറാണ്, മക്ക നൂറാണ്, ഇൽമ നൂറാണ്, മുഅല്ലിം നൂറാണ്, ആലിം നൂറാണ്. മുത്തുനബിയുടെ മുമ്പിലിരുന്ന സംബോധിതരായ സ്വഹാബാക്കൾ നൂറുകളാണ്. അതിൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ സ്പെഷ്യൽ പേരന്നെ ദുന്നൂറൈൻ. കാരണം എന്താ? റസൂലുള്ളാഹിന്റെ 2 മക്കളെ കല്യാണം കഴിച്ചപ്പോഴേക്ക് ഇരട്ട പ്രകാശം എന്ന് പേരിട്ടി. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. ചിന്തിക്കണേ, നീ എന്തിനാണ് നൂറ്? എന്തിനാ ബദരീങ്ങളെ നമ്മൾ സ്നേഹിക്കുന്നത്? എന്തിനാ ബദരീങ്ങളെ പറയുന്നത്? എന്തിനാണ് അവരെ പിന്നാലെ കൂടുന്നത്? ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഈ നൂറ് അണയാതെ പരിരക്ഷിച്ച് ഈമാനോടെ അന്ത്യശ്വാസം ആശ്വാസത്തോടെ വലിക്കാൻ ഈ ലോകത്ത് നിന്ന് ഈമാന് രക്ഷപ്പെട്ട് സലാമത്താവാൻ എന്താണ് മാർഗം എന്നതിന് നമുക്ക് തിരിഞ്ഞു നോക്കാനുള്ള ഏറ്റവും വലിയ അവലംബം മഹാന്മാരായ ബദരീങ്ങളോ. അപ്പൊ മജ്ലിസിനൂറ് ചെല്ലണം, അവരെ പുകഴ്ത്തണം, നാളെ രക്ഷപ്പെടുന്നു ഖുർആന. വസാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ എന്ന് പറഞ്ഞ് ഖുർആൻ നിർത്തിയില്ല. വല്ലദീന തബഊഹും എന്നും പറഞ്ഞു നിർത്തിയില്ല. വല്ലദീന തബഊഹും ബിഇഹ്സാൻ. അതിന്റെ തഫ്സീറിൽ കാണാം, ആദ്യകാലത്ത് ദീനിലേക്ക് കടന്നു വന്ന മഹാന്മാരായ മുഹാജിരീങ്ങൾ, അൻസാരികൾ, അവരാണല്ലോ ബദരീങ്ങൾ. അവിടെ നിർത്തിയാൽ നമ്മളെ കാര്യം വല്ലാത്ത പരാജയമായിരുന്നു. അള്ളാന്റെ മഹലായ ഫദ്ലുകൊണ്ട് അത്തുവിട്ടിട്ട് ഒന്നും കൂടി കണ്ട് ലിങ്ക് ചേർത്തു. വല്ലദീന തബഊഹും, കണ്ടീഷൻ ബിഇഹ്സാൻ. ഞാൻ അവരെ ഇത്തിബാ ചെയ്യുന്ന മുത്തബിയാണ് എന്ന് പെരുമ്പല നടിച്ചിട്ട് കാര്യമില്ല, വലിയ വായിൽ വിളിച്ചു പറഞ്ഞിട്ട് കാര്യമില്ല. തഫ്സീർ എടുത്ത് നോക്കൂ, അതിൽ കാണാം അവരെ കുറിച്ച് നല്ലത് പറയുകയും നല്ലത് വിശ്വസിക്കുകയും ചെയ്ത അവരോട് പിന്തുടരുന്ന ആളുകൾ അവര് മഹാന്മാരാണെന്ന് അംഗീകരിക്കണം. ഇത് ഇലാ യൗമിൽ ഖിയാമ എന്ന് ചില തഫ്സീറിൽ കാണാം. ആ മുത്തബീങ്ങൾ അവരെ മുഴുവനും നല്ലവരായി അംഗീകരിക്കുകയും അവരുടെ നന്മ പറയുകയും ഉൾക്കൊള്ളുകയും ചെയ്ത് അവരോട് ഇത്തിബാ ചെയ്താൽ മാത്രമേ റളിയല്ലാഹു അൻഹു വറദു അൻ. ഇതാണ് വലിയ കറാമത്ത്. മേലെ കൂടെ പറക്കലല്ല, വെള്ളത്തിന്റെ മേലെ കൂടെ നടക്കലല്ല, മന്ത്രിച്ചൂതി സോക്കട് മാറ്റലല്ല, സിഹ്ർ ബാത്തിലാക്കലല്ല, ചെപ്പടാച്ച് മറ്റു വിദ്യ ഒപ്പിക്കലല്ല. ഈ ദുനിയാവിൽ ഒരു മനുഷ്യന് കിട്ടാവുന്ന മാക്സിമം വലിയ അത്ഭുതവും അല്ലാഹുവിന്റെ അനുഗ്രഹവും റളിയല്ലാഹു അൻഹും വറദു അൻഹു എന്നതാണ്. അത് ബദരീങ്ങൾക്ക് കിട്ടി, ഉഹുദീങ്ങൾക്ക് കിട്ടി, ഖന്തഖിൽ പങ്കെടുത്തവർക്ക് കിട്ടി, ഹുനൈനിൽ പങ്കെടുത്ത മഹാന്മാർക്ക് കിട്ടി, തബൂക്കിൽ പങ്കെടുത്ത മഹാന്മാർക്ക് കിട്ടി. ഇവരിലൊക്കെ ഏറ്റവും വലിയ മഹാന്മാർ അത് ബദരീങ്ങളാണ്, ബദരീങ്ങളാണ്. അവർ 5313 പേരാണ്. നിങ്ങളെല്ലാരും കൂടി തുറച്ചു നോക്കണ എണ്ണം പറഞ്ഞോണ്ടോ? ബദരീങ്ങൾ 5313 ആളുകളാണ് അല്ലേ? മലായിക്കത്തിന് എന്തിനാ ഒഴിവാക്കണെന്ന്? അത് ശരി, മലായിക്കത്തിനെ കൂട്ടിട്ട് തന്നെ ഞാനും പറയാം, എന്തിനാ അവരെ ഒഴിവാക്കണം? എന്താ അതിന്റെ ആവശ്യമുള്ളത്? ആകാശത്ത് നിന്ന് 5000 ആളുകളും ഭൂമിയിൽ നിന്ന് 313 ആളുകളും. ആ 5000 ഇറങ്ങിയെന്ന് തന്നെ ഇവർക്ക് വേണ്ടി.
അപ്പൊ ഒരു കാര്യം ഉറപ്പായി, ബദരീങ്ങളൊപ്പം നിന്നാ മലക്കിന് കിട്ടും. എങ്ങനെ മെല്ലെ മെല്ലെ കയറി വരികയാണ്, നിങ്ങളിൻ്റെ ഒപ്പം കയറണം കേട്ടോ. ഞാൻ ഫൗണ്ടേഷൻ കെട്ടിയിട്ടുള്ളൂ, ബിൽഡിംഗ് പെട്ടെന്ന് ഉണ്ടാക്കിയിട്ട് വളരെ പെട്ടെന്ന് കൊലായ്മ ഇറങ്ങും ചെയ്യും. النبي صلوا عليه صلوات الله عليه وينال البركة كل من صلى عليه وينال البركة كل من صلى عليه الله 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 صلى الله على محمد. എല്ലാരും കൂടി ആണുങ്ങൾ ഉറക്ക സ്ഥലത്തില്ലേ, കുറെ ആണുങ്ങളുണ്ടല്ലോ. ഈ പന്തലിൽ നിന്ന് അങ്ങോട്ട് പോട്ടെ, റൗലേക്ക് അങ്ങോട്ട് പോട്ടെ. ഉറക്കെ ഒന്ന് മുത്താലിമ്യങ്ങൾ ഒരുപാടുണ്ട്, 100 കണക്കിന്. ഉറക്കൊരു 3 സ്വലാത്ത്, ഞാൻ അതിന്റെ ആളാ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്. ഇത് പിടിച്ചാൽ രക്ഷ ഉറപ്പാണ്, മറ്റൊന്നിലും അത്ര ഉറപ്പില്ല. എന്തുകൊണ്ട്? ആദം അലൈഹിസ്സലാം ബഹുമാനിച്ചുകൊണ്ട് അല്ലാഹു തആല മലക്കുകളോട് സുജൂദ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അല്ലാഹ് സുജൂദ് ചെയ്തിട്ടില്ല, അല്ലാഹ് ആമിറാണ്, സാജിദല്ല. അല്ലാഹ് ആമിറാണ്, സാജിദല്ല. കൽപ്പിച്ചുകൊണ്ട് അല്ലാഹു മാറിയെന്ന് സുജൂദ് ചെയ്തോളിന്ന് ശ്രദ്ധിക്കണേ. സുജൂദ് ചെയ്തോളി എന്നിട്ട് അല്ലാഹ് സുജൂദ് ചെയ്യാതെ മാറിയെന്നു. അല്ലാഹ് ആമിറാണ്, സാജിദല്ല. എന്നാലേ മുത്തനബിനെ ബഹുമാനിച്ചുകൊണ്ട് സ്വലാത്തെല്ലാം വേണ്ടി മലക്കുകളോട് പറഞ്ഞപ്പോ അല്ലാഹു തആല ആമിറല്ല, ആ പരിപാടി ആദ്യം ഏറ്റെടുത്ത അല്ലാഹുവാണ്. സുബ്ഹാനല്ലാഹ്. തഅക്കീദിട്ടിട്ടാ പറയുന്നത് ഇന്നല്ലാഹ, അല്ലാഹ് എന്നുള്ള ജാമിഉൽ അസ്മാ എടുത്തു, എല്ലാ ഇസ്മകളുടെയും സംഗമവേദിയാണ് അല്ലാഹ്. അല്ലാഹ് എന്നുള്ള കേട്ടാൽ തന്നെ ഞെട്ടൽ വരുന്ന ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും. അപ്പൊ സൽസലത്ത് വന്നു, ഇനി പറയണേ ശ്രദ്ധിക്കൂ. ഇന്നല്ലാഹ തഅക്കീദ് വന്നു, സൽസലത്ത് വന്നു. വമലായികതഹു വൽ മലായികത എന്നല്ല, വമലായികതഹു ലമീറിലേക്ക് ഇലാഫത്ത് ചെയ്തു. തഖ്സീസ് ഉണ്ട്. ഇലാഫത്ത് പലതിനുണ്ടാവുമല്ലോ, മുഗായറത്തിനുണ്ടാവും, തഖ്സീസിനുണ്ടാവും, വേറെ പലതിനുണ്ടാവും. ഇവിടെ തഖ്സീസാണ്. അള്ളാഹു എന്ത് പറഞ്ഞാലും അത് അപ്പടി ശിരസാ വഹിക്കുന്ന അവന്റെ സ്വന്തം ആളുകളുണ്ടോ മലായിക്കത്ത്, അവരും മുതാലിമിങ്ങളെ യുസല്ലൂന മുളാരിയാണ്, ഇസ്തിംറാർ വേണം. അപ്പൊ ഒരു സെക്കൻഡും ഒഴിയാൻ പാടില്ല. അപ്പൊ അള്ളാഹ്ക്ക് സദാ പണി സ്വലാത്ത. അതിന്റെ ഉദ്ദേശങ്ങൾ എന്താവട്ടെ, താലീം എന്നുള്ള സനാ എന്താവട്ടെ, സ്വലാത്ത് എന്നുള്ള വാക്കല്ല ഉപയോഗിച്ച്. അപ്പൊ ഈ ദൗത്യം ആദ്യം ഏറ്റെടുത്തത് സാക്ഷാൽ ഖാലിഖാണ്. ഇനി അടങ്ങിയിരിക്കാൻ പറ്റൂല. ഇതൊക്കെ പറഞ്ഞ് ലെവലാക്കി സെറ്റാക്കിയിട്ട് അള്ള ഭൂമിക്ക് നോക്കിയിട്ട് പറയാ യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു. ഞങ്ങളുടെ അവസ്ഥ എങ്ങനെയാണ്, നിങ്ങൾ വേണമെങ്കിൽ ചൊല്ലിക്കോളി. സുബ്ഹാനല്ലാഹ്. ഇങ്ങനെ ഒരൊറ്റ അമലേ ഉള്ളൂ, അത് അസ്സലാത്തു അലൻ നബിയിൽ മുസ്തഫ മുഹമ്മദ്. الصلاة على النبي المصطفى. ഒരുപാട് പെണ്ണുങ്ങളുണ്ടെന്ന് സംഘാടകർ അറിയിച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങളെയും പരിഗണിക്കുകയാ ഉമ്മ. കത്തിക്കാളുന്ന ഭീകരമായ നരകജ്വാലയിൽ നിന്ന് കുടുംബസമേതം രക്ഷപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന ഉമ്മയുണ്ടെങ്കിൽ, പെങ്ങളുണ്ടെങ്കിൽ സ്വലാത്ത് അധികരിപ്പിച്ചോ. ജിബ്രീൽ സ്വലാത്തിലാ, മീകായിൽ സ്വലാത്തിലാ, ഇസ്രാഫീൽ സ്വലാത്തിലാ, അസ്രായിൽ റൂഹിനെ പിടിക്കാൻ വരുമ്പോഴോ സ്വലാത്തിലാ. അതുകൊണ്ടാണ് അബുൽ ബഷർ ആദം അലൈഹിസ്സലാം തന്റെ പ്രിയപ്പെട്ട മകനായ സയ്യിദുനാ ശീസ് അലൈഹിസ്സലാമിനോട് അല്ലാഹുവിന്റെ റസൂൽ ഭൂമിയിൽ വരുന്നതിന്റെ 7000 കൊല്ലങ്ങൾക്ക് മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട്, മോനെ ശീസേ, കുല്ലമാ ദക്കർതല്ലാഹ ഫദ്കുർ ഇലാ ജംബിഹി ഇസ്മ മുഹമ്മദ്. നീ അല്ലാഹനെ പറയുന്ന സമയത്തൊക്കെ മുഹമ്മദ് എന്ന പേര് പറഞ്ഞ് അവരെ വാഴ്ത്തിക്കോ മോനെ. കാരണം അല്ലാഹുവും അവന്റെ മാലാക്കമാരും സദാ ഉരുവിടുന്ന പേരാണ് മുഹമ്മദുൻ ദിക്റുഹു റൂഹുൻ ലി അൻഫുസിനാ മുഹമ്മദുൻ ശുക്റുഹു ഫർദുൻ അലൽ ഉമമി മൗലായ സല്ലി വസ.
അള്ളാഹുവിന്റെ റസൂലുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അടിമുടി പ്രകാശമാണ്, പ്രഭയാണ്, വെളിച്ചമാണ്, തെളിച്ചമാണ്, രക്ഷയാണ്. മാനവരാശിയുടെ രക്ഷകനല്ലയോ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി. ആ മുത്തനബിന്റെ പിന്നാലെ കൂടിയ സഹാബാക്കൾ ഒരു കാലത്ത് ലോകം വലിച്ചെറിഞ്ഞ ഒന്നുമല്ലാത്ത, ലോകം കണ്ട ഏറ്റവും വലിയ ചവറുകൾ സഹാബാക്കളിൽ പലരുമായിരുന്നു. ലോകം കണ്ട ഏറ്റവും വലിയ ചവറുകൾ. പക്ഷേ മുത്തനബി അവരുടെ ഇറയിലേക്ക് ഇറങ്ങിയതോടുകൂടി ലോകം കണ്ട ഏറ്റവും വലിയ മഹാന്മാരായ അസ്ഹാബ് മുഹമ്മദ് മാറി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം. എന്തുകൊണ്ട്? ഈ വളക്കത്തിരുന്നതാണ്. അതാണ് വളക്കത്തിരിക്കൽ. ഏറ്റവും വലിയ വളക്കത്തിരിക്കലതാണ്. ഏറ്റവും വലിയ വളക്കത്തിരിക്കലതാണ്. ചിന്തിക്കണേ, ചിന്തിക്കണേ, ഗൗരവത്തിൽ ചിന്തിക്കണേ. അതുകൊണ്ട് ഉമ്മമാരെ, ഇത് സിറാജും മുനീറിന്റെ വിളക്കാണ്, മജ്ലിസുൻ നൂർ. ദുനിയാവും ആഖിറവും രക്ഷപ്പെടാനുള്ള സംവിധാന സൗകര്യ സൗഭാഗ്യ സുകൃതമാണ് മജ്ലിസുൻ നൂർ. സംശയം വേണ്ട, അത് ബദരീങ്ങളെ കൂട്ടുപിടിക്കലാണ്. തവസ്സൽനാ ബിബിസ്മില്ലാ വബിൽ ഹാദി റസൂലില്ലാ വകുല്ലി മുജാഹിദിൻ ലില്ലാ വഅഹ്ലിൽ ബദരി യാ അല്ലാഹ് സലാത്തുല്ലാഹ് സലാമുല്ലാഹ്. പഴയകാലത്ത് ഈ സമയങ്ങളിലൊക്കെ മഴ പെയ്താലും ഇല്ലേലും ചോർന്നലിക്കുന്ന കൊച്ചുകൂരകളിൽ നിന്ന് മഗ്രിബേശാക്കിടയിൽ വിശുദ്ധ ഖുർആനിന്റെ പാരായണത്തിന് ശേഷം ഒരു റൂമിൽ നിന്ന് തവസ്സുൽ ബൈത്തുണ്ടായിരുന്നു, മറ്റൊരു റൂമിൽ നിന്ന് അദ്ദാദറാത്തീബ് ഉണ്ടായിരുന്നു, വേറെ റൂമിൽ നിന്ന് ബുർദ ഉണ്ടായിരുന്നു. കൊലായിൽ നിന്ന് വല്ലിപ്പൈതാവക്കാത്തി തബാറക്ക പാരായണം ചെയ്തിരുന്നു. പേരമക്കൾ പഠിക്കുന്ന സമയത്ത് തജ്വീദ് പഴക്കുമ്പോൾ വല്യമ്മ തിരുത്തി കൊടുത്തിരുന്നു. അന്ന് കറണ്ടില്ല, വണ്ടിയില്ല, സുഭിക്ഷ ഭക്ഷണമില്ല, രസകരമായ പാനീയങ്ങളില്ല, ഉടുതുണിക്ക് മറുതുണിയില്ല, കഷ്ടിച്ച് ഔറത്ത് മറച്ച് നടന്നിരുന്ന കാലത്ത് തിന്നാൻ വകയില്ലാതെ പട്ടിണി കിടക്കുമ്പോഴോ വിഷാദ രോഗികളില്ല, ആത്മഹത്യകളില്ല, നാടുവിടുന്ന കേസുകളില്ല, ചാടിപ്പോക്കിന്റെ പരീക്ഷണങ്ങളില്ല, കെട്ടിത്തൂങ്ങി മരിക്കുന്ന സ്വഭാവമില്ല. ഓലകളിൽ കിടന്നുറങ്ങുമ്പോ എണീറ്റാൽ ഓലയുടെ ഈർക്കളി ഫോട്ടോസ്റ്റാറ്റായി ശരീരത്തിന്റെ പുറത്ത് പതിയുമെങ്കിലോ അവര് സുബഹി ഖളാക്കിയില്ല, അവർക്ക് ളുഹർ നഷ്ടപ്പെട്ടില്ല. അവരിൽ പലരും തഹജ്ജുദിൽ കർക്കശമുള്ളവരാ. അവരൊക്കെ മരിച്ചത് ചിരിച്ചിട്ട് വെള്ളിയാഴ്ച രാവുകളിലും നല്ല നല്ല സമയങ്ങളിലുമാ. അവർക്കൊരു മനുഷ്യന്റെ സഹായമില്ലാതെ സ്വമേധയാ കലിമ ചൊല്ലിയിട്ട് സ്വർഗം കണ്ട് ചിരിച്ച് മരിക്കാൻ കഴിഞ്ഞുവെങ്കില് ഇന്ന് ആകാശത്തിന്റെ അമ്പളിക്ക് മുത്തം കൊടുത്തുയർന്നു നിൽക്കുന്ന പർവ്വത സമാനമായ കൊട്ടാര സദൃശമായ വലിയ വലിയ വീടുകളിലെ മട്ടുപ്പാവിൽ കഴിയുന്ന പ്രിയപ്പെട്ടവര്, സുഭിക്ഷമായ ഭക്ഷണം കഴിക്കുന്നവരെ, ആർഭാട വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവരെ, മേത്തരം വസ്ത്രങ്ങൾ ധരിക്കുന്നവരെ, ലക്ഷക്കണക്കിന് മാസാന്തം വാരിക്കൂട്ടുന്നവരെ, എന്തേ പോക്കറ്റിൽ ഒരു ഗുളിക കാണുന്നുണ്ടല്ലോ, ഉറക്കമില്ലാത്തത് കൊണ്ട് വാങ്ങിയ ഗുളികയല്ലേ? എന്തേ വീട്ടിൽ ഒരു മരുന്ന് കാണുന്നുണ്ടല്ലോ, ഡിപ്രഷൻ കയറിയിട്ട് കുടിക്കുന്ന മരുന്നല്ലേ? എന്തേ കതിർകുപ്പായമിട്ടുകൊണ്ട് 10,000-ന്റെ വാച്ചും കെട്ടിക്കൊണ്ട് 5,000-ന്റെ ചെരുപ്പം ധരിച്ചുകൊണ്ട് നടക്കുമ്പോ കൽബിൽ സമാധാനമില്ല. ഇതൊന്നുമില്ലാത്ത കാലത്ത് പട്ടിണി കിടക്കുന്ന വല്യമ്മാക്ക് സമാധാനം കിട്ടിയത് എവിടെ നിന്നാ? വല്യപ്പാക്ക് സമാധാനം കിട്ടിയത് എവിടെ നിന്നാ? അമ്മായിമ്മാക്ക് സമാധാനം കിട്ടിയത് എവിടെ നിന്നാ? അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. സമാധാനം സമ്പത്തിൽ നിന്ന് കിട്ടൂല, സമാധാനം സന്താനങ്ങളിൽ നിന്ന് കിട്ടൂല, സമാധാനം ഉദ്യോഗങ്ങളിൽ നിന്ന് കിട്ടൂല, സമാധാനം വിദ്യാഭ്യാസത്തിൽ നിന്ന് കിട്ടൂല. സമാധാനത്തിന്റെ ചരടും മുരടും കേന്ദ്രവും അലാ അറിയണേ ബിദിക്രില്ലാ. മുഹമ്മദ് നബിയെ കൊണ്ടാണ് തത്മഇന്നുൽ ഖുലൂബ്, ഹൃദയത്തിന് സമാധാനം. അതിന്റെ ഒരു തഫ്സീർ അങ്ങനെയാണ്. ഞാൻ അള്ളാന്റെ ദിക്ർ എന്ന് വെച്ചോളി, അള്ളാന്റെ ദിക്ർ സലാത്തല്ലേ?
എന്നാ അല്ലാ എന്ന ദിക്റ് എന്നും അർത്ഥം വെക്കാം, അതും ശരിയാണ്. ഖുർആന് ഒരു അർത്ഥം നല്ല ഒരുപാട് അർത്ഥമുണ്ട്. നമ്മളൊരു ഓരത്തെത്തുന്നിട്ട് അതിന്റെ അപ്പുറം പറഞ്ഞവരൊക്കെ ഗണ്ണിക്കും ചെയ്യും. അപ്പുറപ്പുറമൊക്കെ നോക്കണ്ടേ? ചിന്തിക്കണേ ചിന്തിക്കണേ. മജ്ലിസുന്നൂർ എങ്ങോട്ടാ നമ്മളെ നയിക്കുന്നത് എന്ന് ഞാൻ പറയാൻ ശ്രമിക്കുന്നത് വളരെ ഗൗരവത്തിൽ. അണ്ടിപ്പരിപ്പ് നേരത്തെ വായിലിട്ടുകൊണ്ട് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്, വേണ്ടിണ്ടായിരുന്നില്ല എന്ന് പറയാൻ തോന്നുന്നു. പിന്നെ നമ്മളൊക്കെ ഒരു സ്വഭാവം അതാണ്, ഹിർസ് കൂടിയോണ്ട് സാധനം കണ്ട് ഒഴിവാക്കാനോട്ട് തോന്നില്ല. നേരത്തെ ചവച്ചുകൊണ്ട് അതിന്റെ ചെറിയ ഉച്ചിഷ്ടങ്ങൾ എപ്പോഴും വായിലുണ്ടാവും. വെള്ളം കിട്ടാതെ ഞാൻ ഒരു അല്പം വെള്ളം കുടിക്കുമ്പോ നിങ്ങൾക്ക് 2 സ്വലാത്തില്ലേ കൂടെ? اللهم صل على محمد يا ربي صل عليه وسلم. الله اني قبولاക്കണേ റബ്ബേ. പ്രിയപ്പെട്ടവരെ, നമ്മൾ എന്തിനാണ് ഈ പന്തൽ കെട്ടിയത്? എന്തിനാ മജ്ലിസുന്നൂർ? എന്തിനാ ഈ പെണ്ണുങ്ങളൊക്കെ വന്നതിന്? എന്താ ആണുങ്ങളൊക്കെ വരാൻ കാരണം? എന്താ നിങ്ങൾ ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ പറഞ്ഞ ലാസ്റ്റ് ശ്വാസം ഒന്ന് നന്നായി കിട്ടില്ല. ഇന്ന് അതിന് വലിയ പരിക്കും ഭീഷണിയുള്ള കാലമാണ്. ഇന്ന് ഏറ്റവും വലിയ പ്രശ്നം ഈമാനാണ്. വേറൊന്ന് ഭക്ഷണത്തിന് പ്രശ്നമല്ല. ഹോസ്പിറ്റലിൽ ധാരാളമാണ്. വണ്ടികൾ ഓരോരുത്തർക്കും വീട്ടിൽ വണ്ടിയാണ്. ഒറ്റ വീട്ടിൽ 5-6 വണ്ടികളാണ്. മൂത്രയിക്കാൻ പോണവരെ ഇന്നോവയില്ല. എന്തിനാന്ന് പറഞ്ഞുള്ളത്? എല്ലാം തകൃതി റെഡിയാണ്. ഇന്ന് പരിക്കുള്ളതും ബലഹീനമായതും മാർക്കറ്റ് കുറവുള്ളതും അപൂർവ ആളുകൾക്ക് മാത്രം കിട്ടുന്നതുമായ ഏറ്റവും വലിയ നിഅമത്ത് ഹിദായത്തും ഈമാനുമാ. ലിബറലിസം അടിച്ചു കയറിയ കാലം. നിസ്കാരത്താകുമ്പോഴുള്ള ആജയന്മാരെ മക്കൾ റസൂലുള്ളാഹിനെ പരിഹസിക്കുന്ന കാലം. മൊക്കനിട്ട വല്യമാന്റെ മക്കൾ മുസ്തഫ നബി ആക്ഷേപിക്കുന്ന കാലമല്ലേ? SLC പരീക്ഷയിൽ മാർക്ക് കൂടിയതിന്റെ പേരിൽ കേക്ക് കൊടുത്തിട്ട് ആഘോഷിച്ചാൽ മതിയോ? അതേ റിപ്പോർട്ടുള്ള ദിവസത്തിലല്ലേ പേപ്പറിൽ വന്നത്? ഒരു മുസ്ലിയാരും അദ്ദേഹത്തിന്റെ വൃദ്ധയായ അന്ധയായ ഭാര്യയും ഒരു വീട്ടിൽ മരിച്ചിട്ട് ദിവസങ്ങൾ കഴിഞ്ഞിട്ട് ആ പോലീസുകാർക്ക് കിട്ടുന്നത് ഉണങ്ങിയ മയ്യത്ത്. ഞാൻ മേലെ ഇരിക്കുമ്പോ എനിക്കൊരു കുറെ ആളുകൾ വലിയ വലിയ ഉസ്താദന്മാരെ താഴെ അവരൊക്കെ പൊരുത്തപ്പെടണം ഇൻഷാ അല്ലാഹ്. വളരെ ഗൗരവം. ഞാൻ വളരെ പെട്ടെന്ന് നിർത്തും. മലയാളക്കരയിൽ 80 വയസ്സായ ഒരു മുസ്ലിയാർ, അദ്ദേഹത്തിന്റെ അന്ധയായ ഭാര്യ മരിച്ചിട്ട് ദിവസങ്ങൾ കഴിഞ്ഞിട്ടാ പോലീസുകാർക്ക് കിട്ടുന്നത്. 2 മമ്മിയായിരുന്നു. മമ്മി എന്ന് പറഞ്ഞാൽ ഉണക്കമയ്യത്ത് എന്നതിൻ്റെ അർത്ഥം. ഉമ്മാനെ പോയിട്ട് മമ്മി എന്ന് വിളിച്ചാൽ വലിയ പുരോഗമനം എന്നല്ല, അതിൻ്റെ അർത്ഥം ഉണക്കമയ്യത്തെ എന്നാണ്. ഇംഗ്ലീഷ് പറഞ്ഞാലല്ലോ വലിയ പുരോഗമനം ഉള്ളത്. ഇപ്പൊ ദർസിലേക്ക് വരെ രക്ഷിതാക്കൾ വിളിച്ചു ചോദിക്കുന്നത് ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നുണ്ടോ? മുസ്ലിംമാർ ഇംഗ്ലീഷ് പറഞ്ഞോട്ടെ, പക്ഷെ ഇംഗ്ലീഷ് പറയാൻ മുസ്ലിംമാരാവണ്ട. മുസ്ലിംമാർ ഇംഗ്ലീഷ് പറഞ്ഞുകൊണ്ട് ഒരു വിരോധമില്ല, നല്ല കാര്യമാണ്. പക്ഷേ ഇംഗ്ലീഷ് പറയാൻ മൂല്യരായാൽ അത് അപകടം. അതാണ് ഇന്നത്തെ പ്രശ്നം. ഇംഗ്ലീഷ് പറയാൻ വേണ്ടി മൂല്യരാവും. മൂല്യർ ഇംഗ്ലീഷ് പറഞ്ഞത് നല്ലതാണ്, പക്ഷെ ഇംഗ്ലീഷ് പറയാൻ മൂല്യരാവൻ. ഭൗതിക വിദ്യാഭ്യാസം ഒരു മതി, ഭൗ സാധനം മാറും. ഞാൻ ഒന്നും കൂടി പറയാം, നിങ്ങൾക്ക് ശരിക്കും മനസ്സിലായില്ല. ഭൗതിക വിദ്യാഭ്യാസം അവിടെ നോട്ടെ, ഇന്ന് അതാണ് പ്രശ്നം. ഇന്ന് കുട്ടികളൊക്കെ ഭൗ വിദ്യാഭ്യാസം. വാപ്പാക്ക് നേരെ ഭൗ, ഉമ്മാക്ക് നേരെ ഭൗ. മര്യാദക്ക് ഉമ്മാന്റെ മക്കാവ് മനസ്സിലാക്കിയിട്ട് പെരുമാറുന്ന എത്ര കുട്ടികൾ വീട്ടിലുണ്ട്? ഈ ഉമ്മാന്റെ കാൽക്കീഴിലാണ് എന്റെ സ്വർഗം എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പെരുമാറുന്ന എത്ര കുട്ടികൾ വീട്ടിലുണ്ട്? ഭൗ വിദ്യാഭ്യാസം. അതിന് ഉമ്മ ആരാന്ന് മനസ്സിലാവൂല, അതിന് വാപ്പാരാന്ന് മനസ്സിലാവൂല. സംഗതിയൊക്കെ പഠിക്കുന്നതും പറ്റുന്നതും നല്ലതാണ്, യാതൊരു തർക്കമില്ല, എല്ലാം നല്ലതാണ്. പക്ഷേ കല്യാണത്തിനിടയിൽ കാനോത്ത് മറക്കരുത്. ഈ പന്തലിട്ട എന്തിനാ? ഈ സ്റ്റേജ് കെട്ടി എന്തിനാണ്? ഇതിന്റെ ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം മറന്നിട്ട് പായസം കുടിച്ച് ഈ കാരയ്ക്ക് നിന്ന് പോയിട്ട് വലിയ കാര്യമുണ്ട്? ഈ ആകാശമാകുന്ന പന്തൽ, ഭൂമിയാകുന്ന പരവതാനി, സൂര്യനാകുന്ന വെളിച്ചം, വായു, വെള്ളം,
ഇതിനൊക്കെ അള്ളാഹ്ക്ക് ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ പ്രപഞ്ചത്തെ ഒരു മദ്രസ ആയിക്കോളൂ. അവിടുത്തെ സിലബസ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, സദർ മുഹമ്മദ് മുസ്തഫ. ഏതൊരു മദ്രസയിലും സദറിനായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് നല്ല മാർക്ക് ഉണ്ടാവും, കുട്ടികൾ രക്ഷപ്പെടും ചെയ്യും. ഒരു മദ്രസയിലെ സദറിനേറ്റ് ലോകിയായാലും ആ കുട്ടികൾക്ക് എല്ലാത്തിലും ഉഷാറാവും. ആ കുട്ടികൾ പ്രപഞ്ചമാകുന്ന മദ്രസയിലെ സദറാണ് മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് സഹാബാക്കൾ മുഴുവനും സ്വന്തക്കാരായി, പിന്നെ വന്ന താബീങ്ങൾ സ്വന്തക്കാരായി, പിന്നെ വന്ന തബഅ താബീങ്ങൾ സ്വന്തക്കാരായി, പിന്നെ വന്ന മദ്ഹബിന്റെ ഇമാമുകൾ സ്വന്തക്കാരായി, പിന്നെ വന്ന അഖ്താബ്, അഖവാസ്, മുജദ്ദിദീങ്ങൾ, മുഫസ്സിരീങ്ങൾ എല്ലാവരും മുസ്തഫ നബിന്റെ ആളുകളായി. ശംസുൽ ഉലമയും അല്ലാഹുവിന്റെ റസൂലിന്റെ ആളായി, കണ്ണിയത്ത് ഉസ്താദ് മുസ്തഫ നബിയുടെ ശരീഅത്തിന്റെ പരിരക്ഷകനായി, സീച്ച് ഉസ്താദ് മുസ്തഫ നബിയുടെ സുന്നത്തിന്റെ പരിരക്ഷകനായി, പിന്നെയുള്ള മഹാന്മാർ മുഴുവനും മുസ്തഫ നബിയെ സ്നേഹിച്ചുകൊണ്ട് ആ സുന്നത്തിലായി ജീവിതം ലയിച്ച് ജയിച്ചവരായി. പ്രിയപ്പെട്ടവര്, ആഖിർ സമാന വരെ ജയിക്കാനുള്ള സീതാ ട്രാക്ക് അത് മുത്തുനബിയുടെ സരണി തന്നെയാണ്. വമൻ യുശാഖിഖിർ റസൂല من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين نوله ما تولى ونصله جهنم وساءت مصيرا. ومن يشاقق മുതാലിമികളുണ്ട്. ഷാഖഖ യുശാഖിഖു, ഷാഖഖ യുശാഖിഖു, മുശാഖഖതൻ വശിഖാഖൻ ഫമുശാഖിഖുൻ. വമൻ യുശാഖിഖ് സർഫാക്കി. എന്താ അങ്ങനെ പറയാൻ കാരണം? ഷിഖ് മുസ്തഫ നബി ഒരു ഭാഗത്ത് നിർത്തുക, ഇവന് വേറെ ഭാഗത്ത് പോവുക, അത് അപകടമാണെന്ന് അതിന്റെ അർത്ഥം. മുസ്തഫ നബിന്റെ ഷിക്കിലാണ് ചേരണം, രണ്ട് ഷിക്കാവാൻ പാടില്ല. അവിടെ അർ-റസൂൽ എന്നാ പറഞ്ഞത്. ചില സ്ഥലത്തൊക്കെ ഖുർആന്റെ പ്രയോഗം ചിന്തോദ്ദീപകമാണ്. വലോ അന്നഹും ഇല്ലലമു അൻഫുസഹും ജാഊക, പിന്നെ പറയണ്ടേ വസ്തഗ്ഫർത ലഹും എന്നല്ലേ. പക്ഷെ അങ്ങനെയല്ല പറഞ്ഞത്, വസ്തഗ്ഫറ ലഹും അർ-റസൂൽ. അർ-റസൂൽ അവിടെ, അർ-റസൂൽ അവിടെ. മുഹമ്മദ് ഇബ്നു അബ്ദില്ലാനെ കണ്ടിട്ട് ഒരു കാര്യമില്ല. കുറച്ച് ചരിത്രങ്ങൾ പറയാം, മഹാനാന്നും പറയാം, രക്ഷയിട്ടൂല. മുസ്തഫ നബിയെ കുറിച്ച് പറയേണ്ട സ്റ്റേറ്റ്മെന്റ് മുഹമ്മദുർ റസൂലുള്ളാഹ്. സൂറത്തുൽ ഫതഹിൽ 29 ആയത്ത് തുടങ്ങുന്നതിന് ഇതുകൊണ്ടാണ്. ആ ആയത്തിൽ അറബ് അക്ഷരങ്ങൾ മുഴുവനുണ്ട്. അങ്ങനത്തെ 2 ആയത്ത് മാത്രമേ ഖുർആനിലുള്ളൂ. ഒന്നതാണ്, കാരണം പ്രമേയം കുറച്ച് കടുത്തതാണ്, കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്. മുഹമ്മദുർ റസൂലുള്ളാഹ്. ഈ ആളെ ഇനി ലോകത്ത് തികഴ്ത്താൻ ഒരാൾക്കും കഴിയില്ല. ജബ്ബാർ മാഷ വരെ പറയുമ്പോൾ എന്താ പറയുന്നത്? മുഹമ്മദ് മഹാനല്ല എന്നാ. അതിനാണ് തനാക്കുൽ എന്ന് പറയുന്നത്. പറഞ്ഞ പരസ്പരം വൈരുദ്ധ്യല്ലേ. മുഹമ്മദ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ധാരാളം പ്രശംസിക്കപ്പെടേണ്ട മഹാന്, എന്നിട്ട് മഹാനല്ല എന്ന് പറഞ്ഞാൽ എന്താ പോയി പറഞ്ഞു? വിമർശിക്കാൻ വേണ്ടി ഒരാള് പേന എടുക്കുമ്പോൾ, നാവ് ഓങ്ങുമ്പോൾ ആദ്യം പ്രശംസിക്കേണ്ട അത്ഭുതമാണ് മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് അയ്യൂബ് മൗലവി പഠിച്ച് ആ കൊറോണ കാലത്ത് അയ്യൂബ് മൗലവി എന്ന് പറഞ്ഞ ജബ്ബാർ മാഷ് ഗുരു ആവാൻ മാത്രം യുക്തിവാദവും ഖുർആനും പഠിച്ചാണ്. കൊല്ലങ്ങളോളം ഖുർആൻ ഓതി നിഷിദ്ധമായി. അദ്ദേഹം ഉപയോഗിച്ച ഭാഷ ജബ്ബാർ മാഷ് പോലും ഉപയോഗിച്ചിട്ടില്ല. ഞാൻ അദ്ദേഹത്തിന്റെ ഒരു കാലത്ത് നന്നായി ഗണ്ണിച്ചിരുന്ന ആളാണ് അയ്യൂബ് മൗലവിനെ. ഇപ്പൊ അയാൾ തഹജ്ജുദ് നിസ്കരിക്കുന്ന മുത്തഖയ്യാമൻ ചെയ്യും. കാരണം വായന ഒന്നാണ്ട് ശരിയാക്കി. അതാണ്, വായിച്ചാ പോരാ, നല്ല മഹാന്മാരെടുത്ത് പോയിട്ട് പഠിക്കണം. അതുകൊണ്ടാലോ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്ന കാരങ്കൂസുകൾ അവിടെ വെച്ചുകൊണ്ട് മലായിക്കത്തിനോട് പറയുന്ന ഒരു സംഗതി ഉണ്ട്. ലൗ കുന്നാ നസ്മഉ ഔ നഅഖിലു മാ കുന്നാ ഫീ അസ്ഹാബിസ് സഈർ. ലൗ കുന്നാ നഖറഉ എന്നല്ല, ലൗ കുന്നാ നസ്മഉ. നിങ്ങൾക്കൊക്കെ വായിച്ചത് മാത്രമാണ് ഈ പ്രശ്നമായത്. നിങ്ങൾ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് നന്നായിട്ടാണ് വായിച്ചത്, എന്നിട്ട് ഓരോ ഹദീസിനുമാണ് ഗവേഷണം ചെയ്യാൻ തുടങ്ങി. എന്നിട്ട് തോന്നി ഇതന്നെയാണ് ഇപ്പൊ വലിയ ഇൽമ, അതിന്റെ മേലൊന്നും ഇല്ല. അതൊക്കെ പഴച്ചതാണ്. ഒരാളെടുത്ത് പോയി ഇരുന്ന് പഠിക്കുക. ഉസ്താദ്മാർ എവിടെ ഇരിക്കുന്നുണ്ട്, അവിടെ പോയിട്ട് പഠിക്കുക. എക്സ് മുസ്ലിം ആവില്ല, ഒരിക്കലും ആവില്ല. മഹാന്മാരെടുത്ത് പോയിട്ട് പഠിക്കുക. ഗുരുമുഖം എന്നൊരു വിഷയമുണ്ട്, അത് ഒറ്റയ്ക്കിരുന്ന് വായിച്ചാൽ കിട്ടുന്നതല്ല. ഗുരുമുഖം അതിപ്രധാനമാണ്. ഈ ദീൻ എന്താന്ന് നിങ്ങള്, ഇത് ഷാഹിദ് ഗായിബിന് എത്തിച്ചു കൊടുക്കുന്ന ദീനാണ്, അല്ലാതെ ആലിം ജാഹിലിന് എത്തിച്ചു കൊടുക്കുന്ന ദീനല്ല. ഷാഹിദ് ഗായിബിന് എത്തിച്ചു കൊടുക്കുന്ന ദീനാണ്.
ചിന്തിക്കണേ, വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ നുവല്ലിഹി മാ തവല്ലാ വനുസ്ലിഹി ജഹന്നം വസഅത് മസീറാ. മഹാനായ വലിയുള്ളാഹി ശംസുൽ ഉലമാ ചെറുപ്പകാലത്ത് തന്റെ വീട്ടിലിരുന്നു കൊണ്ട് അന്നത്തെ ശാസ്ത്രജ്ഞന്മാരുടെയും സാഹിത്യകാരന്മാരുടെയും കവിപുങ്കവന്മാരുടെയും പാട്ടും പുസ്തകവും ഗദ്യവും പദ്യവും പ്രയാസപ്പെട്ട വരികൾ തന്നെയും മനഃപ്പാടമാക്കി അതാ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ പ്രായപൂർത്തിയായിട്ടില്ല. എന്നാൽ അങ്ങനെ തന്നെ ഒരു വായിച്ചു പോകുന്ന ആളായിരുന്നെങ്കിൽ ശംസുൽ ഉലമക്ക് വലിയ വായനക്കാരനും പണ്ഡിതനോ അല്ലെങ്കിൽ ശാസ്ത്രജ്ഞനുമായിട്ട് മാറാമായിരുന്നു. പക്ഷേ അവരുടെ പിതാവ് അങ്ങനെ വായിച്ച് വായിച്ച് എന്തൊക്കെയാ കയ്യിൽ കിട്ടുന്നത് അത് വായിച്ച് അതിന്റെ ഒരു പണ്ഡിതനായിക്കോട്ടെ എന്ന നിലയിൽ വിടുകയല്ല ചെയ്തത്. മറിച്ച് കിതാബ് തിരിയുന്ന അള്ളാനെ തിരിയുന്ന ഒരു മഹാന്റെ അരികിൽ കൊണ്ടുപോയി ചേർക്കുകയാ. ആ ഒരു ഗുരുമുഖത്തിൽ നിന്ന് പകർന്നു കിട്ടുന്നതില്ലേ, അതാണ് വെളിച്ചം മോനെ. ലൗ കുന്നാ നസ്മഉ ഔ നഅഖിലു മാ കുന്നാ ഫീ അസ്ഹാബിസ് സഈർ. മഹാന്മാരെടുത്ത് പോയിട്ട് പഠിക്കണം. അത് പൊളിയില്ല, അത് പൊളിയുന്ന പ്രശ്നേ ഇല്ല. വായിച്ച് പഠിച്ചാൽ തിരിച്ച് വായിക്കാൻ പറ്റുന്ന ഏതെങ്കിലും പുസ്തകം കണ്ടാൽ ഈ വായിച്ച് കയറി ഇന്ധനം ഇതിനിൽ കിട്ടിയ എനർജി ഒക്കെ കണ്ട് പോവുകയും ചെയ്യും. അള്ളാഹു കാത്ത്. ഇന്ന് വായന കൂടിയ കാലമാണ്, പക്ഷെ മഹാന്മാരിട്ട് ബന്ധമില്ലാത്ത കാലമാണ്. അതിന് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും തിരിയണ്ട. മഹാന്മാർ നമ്മൾ സ്റ്റേജിലുണ്ട്, ഈ മലപ്പുറം ജില്ലയിലുണ്ട്, ലോകത്ത് എവിടെയുണ്ട്. എവിടെയെങ്കിലും സ്വകാര്യം പോയിട്ട് ഒരു ടെന്റിലോ തമ്പിലൊന്നും പോയിരിക്കണ്ട, അതിനൊന്നും ആവശ്യമില്ല. ഇതൊക്കെ കിതാബിന്റെ ഉള്ളും പുറം തരുന്ന ആളുകളാണ്. അവരുടെ അടുത്തൊന്ന് പോയിരിക്കും. എന്റെ സംശയങ്ങളൊക്കെ തീരും. ലൗ കുന്നാ നസ്മഉ ഔ നഅഖിലു മാ കുന്നാ ഫീ അസ്ഹാബിസ് സഈർ. ആണുങ്ങളൊന്നും വാങ്ങ, പെണ്ണുങ്ങൾ പോക്കറ്റ് വെക്കോട്ടെ. ആണുങ്ങൾക്ക് വാങ്ങാം, പെണ്ണുങ്ങൾക്ക് പോയിട്ട് പോയിക്കോട്ടെ. ഒന്നവിടെ വെച്ചാണ് അങ്ങോട്ട് പോയാൽ 10, ഇങ്ങോട്ട് വന്ന് 50. എന്താ വേണ്ടത്? അന്ന് പിന്നെ അവിടെ വെച്ചാൽ ഞാൻ വളരെ പെട്ടെന്ന് നിർത്തും. മജ്‌ലിസിനോരോട് ചൊല്ലിയിട്ടില്ല. പിന്നെ എനിക്കാണെങ്കിൽ ഇത്തിരി തിരക്കുണ്ട്, വന്ന് പോകാന്ന് കരുതിയതാണ്. പിന്നെ ഈ ഉസ്താമാരൊന്നും ഇരുത്തിയിട്ട് ഒരു ഗംഭീര പ്രസംഗം നടത്താനൊന്നും ഞാനൊന്നുമല്ല. എൻ്റെ അടുത്തുള്ള ആയുധങ്ങളൊക്കെ മൂർച്ചയില്ലാത്തോ ഉള്ളത് ഒടിഞ്ഞു തൂങ്ങിയതൊക്കെയാണ്. പിന്നെ ഇവിടെ ഇരിക്കണം എന്താ വെച്ചാൽ ഇരുന്നാലേ പ്രസംഗിക്കാൻ കഴിയുള്ളൂ. തലയെക്കെട്ട് ഊരി എന്താ വെച്ചാൽ ഇതിപ്പോൾ നൂരിയല്ല 4 വേല തരാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പ്രസംഗിക്കുമ്പോൾ വേർത്തുകൊണ്ട് നിൽക്കും. അത് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ചില ആളുകളൊക്കെ ഇത് യൂട്യൂബിലൊക്കെ കയറിയിട്ട് കമൻറ്റ് ചെയ്തും പറയുന്നുണ്ട്, നിങ്ങൾ ആ തലയെക്കെട്ട് ഒന്ന് വെക്കും കൂടി ചെയ്താൽ കുറച്ച് ഉഷാറായിരുന്നു. വലിയ ഉസ്താദന്മാർ അവരോടൊക്കെ പറയാനുള്ളത്, ഇത് എന്ന് ഫുള്ള് വെച്ചാൽ നാളെ എനിക്ക് വേല തരാൻ പറ്റൂല. നിങ്ങൾ കണ്ടില്ല ഞാൻ വേർക്കണം. ഏത് തണുപ്പ് കാലത്തും ഞാൻ പ്രസംഗിക്കാന്ന വേർക്കും. അതുകൊണ്ടാണ് അതെ വേഗം ഊരിന് അത് ബേഡായിട്ട് തോന്നരുത് ആരും. പക്ഷേ ഞാൻ വളരെ പെട്ടെന്ന് നിർത്തങ്ങൾ നോക്കും. എന്തിനാണ് മജ്‌ലിസ് നൂർ എന്ന് സ്ഥാപിക്കാനാണ് ഈ മുത്തഅല്ലിം ശ്രമിക്കുന്നത്? അത് ലാസ്റ്റ് ശ്വാസം ശരിയായി കിട്ടാനാണ്. ഇവിടെ സയ്യിദുൽ ഉലമാ പ്രസംഗത്തിന്റെ പര്യാവസാനം കുറിച്ചത് ഏതായത്ത് ഓതിയിട്ടാണ്? യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. മുസ്തഫ നബിയുടെ പിതൃവ്യനായ ഹംസത്തുൽ കറാറിനെ വെട്ടി കഷ്ണം കഷ്ണമാക്കി നെഞ്ചിന്റെ കൂടെ പൊളിച്ചെടുത്ത് കരള് പുറത്തേക്ക് വലിച്ചിട്ട് വായിലിട്ട് ചവച്ച് തുപ്പിയിട്ട് മാംസകൂമ്പാരങ്ങളാക്കിയപ്പോൾ അത് കണ്ട് മുസ്തഫ നബി വിതുമ്പിയപ്പോൾ അല്ലാഹു ഇറക്കിയില്ലേ, യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന. ഇത് ഹംസത്തുൽ കറാറിനോട് പറഞ്ഞതാണ്. ഇത് ഹബീബുൻ നജാറിനോട് പറഞ്ഞതാണ്. ഇത് സയ്യിദുൽ ഔലിയായി അബൂബക്കറിൻ സിദ്ദീഖ് അഫ്ളലുൽ ബശരി ബഅദൽ അംബിയാഇ അല തഹഖീഖ് അൽ മുലഖബി ബിൽ അതീഖ് ഖാതിലിസ് സിന്ദീഖ് അബീ ബക്കറിൻ സിദ്ദീഖ് റളിയല്ലാഹു
തആല അൻഹു കേട്ടതാ, ചിരിച്ചതാ. അത് കേൾക്കാൻ കഴിയുമെന്ന വിശ്വാസത്തിലും ഉറപ്പിലുമാണ് വഫാത്തിന്റെ തൊട്ടുമുമ്പ് അവർ ചോദിച്ചത്, അയ്യോ യൗമിൻ ഹാദാ, ഇത് ഏതാണ് ദിവസമെന്ന്. അപ്പോൾ സഹാബാക്കൾ പറഞ്ഞില്ലേ, യൗമുൽ ഇസ്നൈൻ, ഇത് തിങ്കളാഴ്ചയാണ് അബൂബക്കറേ. ഫൈദാ അനമിത്തു ഫീ ലൈലത്തി ഹാദിഹി ഫലാ തന്തളിറു ബിൽ ഗദി, ഇന്ന് ഞാൻ മരിച്ചാൽ നിങ്ങൾ നാളെയിലേക്ക് എന്നെ പ്രതീക്ഷിച്ചുകൊണ്ട് മറവ് ചെയ്യാൻ നീട്ടല്ലേ, ഇന്ന് തന്നെ മറവ് ചെയ്യണേ. കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പവിത്രമായ, എനിക്ക് ആനന്ദ തുന്തിലനാവാൻ പറ്റുന്ന രാത്രി മുസ്തഫ നബിയിലേക്ക് പെട്ടെന്ന് ചെന്ന് ചേർന്ന് കിടക്കുന്ന രാവാ എന്ന് പറയാനും ധൈര്യം കിട്ടിയില്ലേ. പോരാ, ഇമാം റാസി റളിയല്ലാഹു തആല അൻഹു സൂറത്തുൽ കഹ്ഫിന്റെ വ്യാഖ്യാനത്തിന്റെ പ്രാരംഭത്തില് വമിൻ കറാമാത്തിഹി, സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കറാമത്തിൽ പെട്ടതാണെന്ന് പറഞ്ഞു ഉദ്ധരിച്ച സംഭവമാ. സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ശറഫാക്കപ്പെട്ട ജനാസ എടുത്തുകൊണ്ട് മഹാന്മാരായ സ്വഹാബാക്കൾ റസൂലുള്ളാഹിന്റെ ശറഫാക്കപ്പെട്ട ഖബറിൽ എത്തിയിട്ട് മുസ്തഫ നബിയോട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, ഇത് അബൂബക്കറിന്റെ ജനാസയാണ് നബിയേ, എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത്? ഫനൂദിയ മിൻ ഖബരി റസൂലില്ലാഹ്, ഉടനെ തന്നെ മുസ്തഫ നബിയുടെ ഖബറിന്റെ അകത്ത് നിന്നൊരു വിളിയാളം പുറത്തേക്ക് വരികയാ, അദ്ഖിലുൽ ഹബീബ ഇലൽ ഹബീബ്, അദ്ഖിലുൽ ഹബീബ ഇലൽ ഹബീബ്, അദ്ഖിലുൽ ഹബീബ ഇലൽ ഹബീബ്. ഇതൊക്കെ ശിർക്കും ബിദ്അത്താന്ന് പറഞ്ഞപ്പോഴാണ് സമസ്ത ഉണ്ടായത്, അല്ലാതെ ഗ്രൂപ്പീസം കളിക്കണ്ടായതല്ലേ. അതേ പാതയിലാണ് ഇപ്പോഴും സമസ്ത ഉള്ളത്. ഉണ്ടാ, വലത്തേക്കും ഇടത്തേക്കും ബാക്കും മുമ്പക്കും മുകൾക്കും നോക്കിയിട്ട് ബേജാറണ്ട, ഇതിലാണ് ഉറച്ചുന്നാൽ മതി. ഇടയ്ക്ക് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, അത് നാളാണ് പരിഹരിക്കുകയും ചെയ്യും. നമ്മൾ അതിൻ്റെ വലിയ ടെൻഷനൊന്നും വേണ്ട. റഹ്മാഉ ബൈനഹും എന്ന് പറഞ്ഞ സഹാബാക്കളുടെ പ്രശ്നം ഉണ്ടായി, അതിൻ്റെ മേലുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് സമസ്ത വിട്ടിട്ടൊരു പരിപാടിയില്ല. ഇതിന്നല്ലെങ്കിൽ നാളെ നന്നാവാൻ പോവാണ്. അള്ളാഹു തആല ഒറ്റക്കെട്ടാക്കി തെറ്റ്. ഈ സദസ്സിലൊരു ആമീൻ പറഞ്ഞേക്ക്. അള്ളാഹു സയ്യിദുൽ ഉലമ അടക്കമുള്ള മഹാന്മാർക്ക് ദീർഘായുസ്, ഉസ്താദുമാർക്കൊക്കെ അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ. അള്ളാഹു നമ്മുടെ എല്ലാ നേതാക്കൾക്കും ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ. അവരൊക്കെ ഒറ്റ സ്റ്റേജിൽ ഒരുമയിലിരുന്ന് അവർക്ക് സർവത്ത് കൊടുക്കാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ്. സമസ്ത ഉണ്ടായത് ഇതിന് ഭീഷണി വന്നപ്പോഴാ, ഇതിന് പരിക്ക് വന്നപ്പോഴാ, അപ്പോഴാ വരക്കൽ മുല്ലക്കോയ തങ്ങൾ പാപ്പ എണീറ്റത്. അന്ന് സമസ്തയിൽ കേന്ദ്ര മുഷാവർ അംഗല്ലേ കണ്ണീത്ത് ഉസ്താദ്. ഇടക്കാലത്ത് വന്നിട്ട് എന്റെ ബാക്ക് കയറിക്കോളെന്ന് പറഞ്ഞ ആളല്ലല്ലോ, അന്ന് മുഷാവറ. അന്ന് പ്രഥമ മെമ്പറാണ് മഹാനായ റഈസുൽ മുഹഖഖീൻ കണ്ണിയത്തൂർ. അല്ലാഹു ദറജ ഉയർത്തി കൊടുക്കട്ടെ. ഒരു കാലത്ത് സമസ്ത എന്ന ഈ കപ്പലിനെ നയിച്ചിരുന്നത് ആ ഗുരുവും ശിഷ്യനുമല്ലേ. കണ്ണിയത്തൂർ പ്രസിഡന്റ് ആകുമ്പോ സെക്രട്ടറി സ്ഥാനത്തിരുന്നത് വലിയുള്ളാഹി ശംസുൽ ഉലമയാണ്. എന്താണ് അവരുടെ തഖ്വ, എന്താണ് അവരുടെ ഇഷ്ഖ്, എന്താണ് അവരുടെ ഇൽമ്, എന്താണ് അവരുടെ ഹൈബത്ത്, എന്താണ് അവരുടെ വഖാർ, എന്താണ് അവരുടെ ദിക്ർ, എന്താണ് അവരുടെ ഫിക്ർ. സുബ്ഹാനല്ലാഹ്. പട്ടിക്കാട് ജാമിഅനൂരിൽ സ്വഹീഹ് ബുഖാരി തദ്രീസ് നടത്തുന്ന സമയത്ത് ആഖിറത്തിനെ ഓർമ്മപ്പെടുത്തുന്ന ഒരു ആയത്ത് ചർച്ചയിൽ കടന്നു വന്ന സമയത്തിന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറാ വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറാ എന്ന ആയത്തങ്ങ് ചർച്ചയിൽ കടന്നു വന്ന സമയത്ത് ഇത് എന്നോട് ബഹുമാനപ്പെട്ട ശൈഖുനാ അലിക്കുട്ടി ഉസ്താദ് നേരിട്ട് പറഞ്ഞതാ. മഹാനായ ശംസുൽ ഉലമ കൊച്ചുകുട്ടിയെ പോലെ തലതാഴ്ത്തിയിട്ട് കരയുകയാ. ആ നീണ്ട താടിരോമങ്ങളിലൂടെ ജുബയിലേക്ക് കണ്ണുനീര് ഉറ്റി ഉറ്റി വീഴുകയാ. എന്താണ് ശൈഖുനാ തദ്രീസിനിടയിൽ കരയാനുള്ള കാരണം എന്നറിയോ? ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറാ വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറാ. ഈ ആയത്തങ്ങ് കടന്നു വന്നപ്പോ ഹൃദയം കിടിലം കൊണ്ട് കരഞ്ഞതാ. അതുകൊണ്ടാണ് സുബഹിന്റെ ബാങ്കൊലി മിനാരത്തിൽ നിന്ന് ഉച്ചൈസ്തരം ഒഴുകി വരുന്ന സമയത്ത് അതിന് അതാ ഉത്തരം നൽകിയിട്ട് ജവാബ് നൽകിയിട്ട് ദിക്ർ പതറാതെ ഇടറാതെ ചിതറാതെ ഉച്ചൈസ്തരം ഉദ്ഘോഷിച്ചുകൊണ്ട് അനന്തവിഹായസിലേക്ക് പടച്ചവന്റെ തൃപ്തിക്ക് വേണ്ടി യാ
അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക റാളിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. ഈ മഹാന്മാരൊക്കെ അത് കേട്ടിട്ടാണ് പോയത്. നമ്മൾ വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം. ആ പാതയിലാണ് നമ്മളുള്ളത്. ഇനി നമുക്കും മരിക്കുന്ന സമയത്ത് ഇത് കേട്ട് ചിരിച്ച് സ്വർഗം കണ്ട് പതറാതെ ഇടറാതെ ദിക്ർ ഉറക്ക ചൊല്ലി നമുക്ക് മരിക്കണം. നമ്മുടെ ഏറ്റവും സന്തോഷദായകമായ ദിവസം നമ്മുടെ മരണത്തിന്റെ ദിവസമാകണം. അതിന് ഈ പന്തലും ഈ രാവും ഈ സംഗമവും സംഘാടനവും സബബായി തീരണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ്